ഹായ്. ആ മുത്തശ്ശി, അരിനെല്ലിക്കൊക്കെയാണല്ലോ കയ്യില്. അരിനെല്ലിക്കൊക്കെ ഉണ്ട്. കൊറേ ദിവസമായി മുത്തശ്ശി വിചാരിക്കുന്നു ഇന്ന് അരിനെല്ലിക്കൊണ്ട് റോസ്റ്റ് അച്ചാറാ ഉണ്ടാക്കാൻ പോണത്. അതെ, സ്പെഷ്യൽ റോസ്റ്റ്. നെല്ലിക്ക നമുക്ക് എന്നും അധികം വാങ്ങാൻ കിട്ടും. ഇത് എപ്പോഴും കിട്ടുന്ന സാധനല്ലേ. അല്ല അതെ അതെ, ഇതിന്റെ സീസണിൽ തന്നെ ഇത് കുറച്ച് കിട്ടുള്ളൂ. അരി ഉണ്ടാക്കി വെക്കാം. ഇപ്പൊ ഏതായാലും കുറച്ചുണ്ടാക്കുന്നുണ്ട്. ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയപ്പോ അവിടെ പോണ വഴിയിൽ കണ്ടു. അപ്പൊ അമ്മ പറഞ്ഞു വേഗം വാങ്ങുക പറഞ്ഞു. അന്നൊരു ദിവസം ഇതുപോലെ വാങ്ങാൻ വേണ്ടി നോക്കി. അപ്പൊ അങ്ങോട്ട് പോയി ഡോക്ടറെ അടുത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോ വാങ്ങാൻ മേടിച്ചു. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് അയാള് പോയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്നലെ കണ്ടപ്പോ തന്നെ വാങ്ങി. അത് കണ്ടിട്ട് വാളും പറയണ്ടേ കുറച്ച് വാങ്ങാനും നമുക്ക് വെറുതെ ഉപ്പിട്ട് വെച്ചിട്ട് തിന്നാൻ നല്ല രസമാണ്. കുട്ടികൾക്ക് കഴിയുമ്പോൾ അധികം ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. കുഞ്ഞുമാവയ്ക്കും കഴിക്കാം. ഇനി അത് വേറെ ദിവസം വാങ്ങാം. എല്ലാവർക്കും കഴിക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാം. അത് ആവിയില് ആദ്യം വേവിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഗ്യാസ് കത്തിക്കാം, പാത്രം വെക്കാം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം വേണം അമ്മ? കുറച്ചുകൂടെ വെച്ചോ. തട്ടി വെച്ചോ. ഇതൊക്കെ നമ്മള് നേരത്തെ തന്നെ കഴുകി വെച്ചതാണ്. അതെ, നമ്മളെ അരിനെല്ലിക്ക് കുറച്ച് കളറ് മാറിയിട്ടുണ്ട്. എന്താ പറയുക, വെയിലിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഇന്നലെ ഞങ്ങള് ചെന്നപ്പോ തന്നെ പിന്നെ ആ വെയില് കൊണ്ടിട്ടേ ചിലത് പച്ചുണ്ട്, ചിലത് ചെറിയൊരു കളർ മാറ്റം. പക്ഷെ പുളിയോ കാര്യങ്ങളോ അതുണ്ട്, വാട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് വേഗം വേവിച്ചെടുക്കാം. ഞാനമ്മേ അരിനെല്ലിക്ക ആദ്യമായിട്ട് എങ്ങനെ മനസ്സിലാക്കി നമ്മളെ പണ്ട് എന്താ എടുത്തു പുറത്ത മറ്റേ ഇപ്പൊ ചെടിയൊക്കെ ഉള്ള സ്ഥലല്ലേ, ആ മറ്റേ താമസിക്കുന്ന സ്ഥലത്തിന്റെ അവിടെ ആദ്യം അരിനെല്ലിക്ക തന്നെ മരമായിരുന്നുണ്ടായിരുന്നത്. അല്ല അല്ലല്ല അരിനെല്ലിക്കായിരുന്നു പണ്ട്. ചെറുനെല്ലിക്കല്ല, മറ്റേ അരിനെല്ലിക്കായിട്ടുണ്ടായിരുന്നത്. അല്ലേ, എന്നിട്ട് ഞങ്ങള് കൂട്ടുകാരെ കൂടിയിട്ട് എന്താ അങ്ങനെയാണ് അരിനെല്ലിക്ക എന്ന പേരിനൊക്കെ ഓർമ്മ ഉണ്ടാവുന്നത്. അത് ഇപ്പൊ അതിന് ചെറിയ മരം ഉണ്ട്, പക്ഷെ അരിനെല്ലിക്ക ഉണ്ടായിരുന്നു ആദ്യം അവിടെ. അങ്ങനെ ഒരു ഓർമ്മ ഉണ്ട് എനിക്ക് പണ്ട്. അതെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പണികളും കൂടെ ഉണ്ട്. ഇപ്പോഴാണ് എല്ലായിടത്തും അരിനെല്ലിക്ക കിട്ടലൊക്കെ തുടങ്ങിയത്. ആദ്യം ഇങ്ങനെ എല്ലായിടത്തും അരിനെല്ലിക്കൊന്നും കാണാറില്ല, മാർക്കറ്റിൽ ഉണ്ടാവില്ല. അപ്പൊ ചില സീസണിലൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. മറ്റേ നെല്ലിക്കയുടെ മാതിരി കിട്ടില്ല കേട്ടോ, വേഗം കഴിയുന്നുണ്ട് പറഞ്ഞത്. എന്താ വെച്ചാൽ എല്ലായിടത്തും ഉണ്ടാവില്ല, നെല്ലിക്ക ഉണ്ടാവില്ല. എന്റെ ഇലക്കൊക്കെ ഒരു മാറ്റമുണ്ട്. ഞാൻ ഇന്നലെയാണ് കണ്ടത്. അതൊക്കെ അരിനെല്ലിക്ക റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടത്. ആദ്യമായിട്ട് ഇതാ കാശ്മീർ മുളക്, പിന്നെ ഉലുവ, കടുക്, ജീരകം, കുറച്ച് മുളക് പൊടി, ഉപ്പ്, കായത്തിന്റെ പൊടി, നല്ലെണ്ണ, ഇത്രയും സാധനങ്ങളാട്ടോ വേണ്ടത്. അപ്പൊ ഇത് നമുക്ക് ആദ്യം ഇത് വറുത്തെടുത്ത് ഇത് ചൂടാറിയിട്ടുണ്ട് പൊടിക്കാൻ. അപ്പൊ നമുക്കത് വറുത്ത് വെക്കാം. അത് ആവി ശരിയാവും. അതെ, ആദ്യം അത് മറ്റേ അടുപ്പിൽ വേറെ ചെയ്യാം. അമ്മേ ഞാൻ കാശ്മീരി മുളക് ആദ്യമായിട്ടാണ് കേട്ടോ. അതാണല്ലേ ഇത്. അപ്പൊ മനസ്സിലായി. ഉണ്ട്. രണ്ടു മൂന്ന് തരണ്ടേ, വലിയതിലും വലിപ്പമുള്ളതുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് കടുകും ഉലുവയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് കാശ്മീരി മുളക് വറുക്കാം. എണ്ണ ആവശ്യമില്ല കേട്ടോ, എണ്ണ ഒഴിച്ചാൽ പൊടിയില്ല. നമുക്ക് ഇതാ പേന വെച്ചോട്ടാം. നല്ല ചൂടായി. നമുക്ക് കുറച്ച് കടുകും ഉലുവയും കൂടെ ഒന്ന് എണ്ണ ഇല്ലാതെ വറുത്തെടുക്കാം. പിന്നെ കുറച്ച് ഉലുവയും. അപ്പൊ നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. കടുകും ഉലുവയും പൊട്ടൂല. ഒന്ന് കടുക പൊട്ടുമ്പോ ചെയ്യും. അപ്പൊ ആയി നടത്താം. കടുകും ഉലുവയും മത്സരമാണ്. ആരാണ് പൊട്ടി തെറിക്കുന്നതാണ്. ഒന്നുകൂടെ ആയാൽ നമുക്ക്
അടുത്ത് മുളകിടാം. ഇത് വാങ്ങിയതിന് ശേഷം ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഉലുവയും കടുകൊക്കെ നല്ല വറുത്ത് റെഡിയാക്കി കേട്ടോ. നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഇനി മുളകും കൂടെ വറുത്തെടുക്കാണ്ട്, കാശ്മീരി മുളക്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു ഇതായി. എന്താ ഭംഗി കാണാൻ. അരിനെല്ലിക്ക ഒന്ന് ചൂട് പോയിക്കോട്ടെ കേട്ടോ. അതെ. അപ്പൊ നമുക്ക് അതിലേക്ക് മാറ്റാം. അപ്പൊ നമ്മളിത് അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. അതെ. ഈ രീതിയിൽ ശബ്ദം വരുന്നല്ലേ അമ്മേ? അതെ. ഇത് പിന്നെ ഇപ്പൊ നമുക്കിതൊക്കെ മിക്സിയുടെ ചെറിയ ജാറിലൊക്കെ പൊടിച്ചെടുക്കാം. അമ്മ അപ്പോഴേക്കും ആ നെല്ലിക്ക അതിലേക്ക് മാറ്റിക്കോളൂ. കുറച്ച് കൂടുക. നെല്ലിക്ക നല്ല ഉടഞ്ഞല്ലോ മുത്തശ്ശി. അത്യാവശ്യത്തിനായില്ലേ? അത്യാവശ്യം ആയാലേ വേഗം കൂട്ടേണ്ടവർക്ക് പറ്റുള്ളൂ. അത് 4 ദിവസം കഴിക്കണേ. ഇനി കേട്ടോ നമ്മള് ഒരു വഴക്കൽ ചടങ്ങും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ തന്നെ കൂട്ടാൻ കിട്ടൂ. തന്നെ കൂട്ടാൻ വേണം. നാളേക്ക് നോക്കണ്ട. അതെ. പിന്നെ വേണ്ടവർക്ക് സുർക്ക ചേർക്കാട്ടോ. നമ്മള് സുർക്കം ചേർക്കണില്ല. അതിലുള്ള പുളി തന്നെ ഉണ്ടാവുള്ളൂ. നമ്മ പണിക്കോളൂ. പൊടിച്ചോളൂ. അതെ. അമ്മേ മുളക് വറുത്തപ്പോ എന്താ ഉണ്ടായത്? നല്ല ചുമ. എല്ലാവർക്കും വന്നു. അതെ. പൊടിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും. അതെ. ഒരു നെല്ലിക്ക പെരട്ട അച്ചാർ ഉണ്ടാക്കിയില്ലേ? ആ രീതിയാണ് കുറച്ചൊക്കെ. പിരമിഡ് പോയി കുറച്ച് കാലത്ത് കൂടെ പൊടിക്കാം. അതൊക്കെ നല്ല ഇതിൽ പൊടിച്ചെടുത്തു കേട്ടോ. ഇപ്പൊ കളറൊന്ന് മാറി. അതെ. ഉലുവയും കടുകും മുളകൊക്കെ നമ്മൾ വറുത്തില്ലേ, അതാണ് ഇങ്ങനത്തെ കളർ വന്നത്. ഓ എരുവിന്റെ സ്മെല്ലില്ലമ്മേ. മുളക് കൂടി ആകുമ്പോ എന്താ, അതായത് ഉലുവ മുളകല്ല, ഉലുവയും കാണുമ്പോ വേറൊരു സ്മെല്ല്. അതെ. ഉലുവയും കടുകും അപ്പൊ നമുക്ക് അവിടെ മാറ്റി വെക്കാം. അതെ. മുത്തശ്ശി അതൊക്കെ റെഡിയാക്കി ഇപ്പൊ ചൂടാറാൻ വെച്ചു. ചൂടാറിയെന്ന് ഒരു വിധം കേട്ടോ. ഇനി നമുക്ക് വഴറ്റാലേ. അപ്പൊ ഇനി എണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്ന് വഴറ്റി എടുക്കാം. അതെ. കടായിലത്തെ വെള്ളമൊക്കെ പോയിക്കോട്ടെ. വെള്ളം വറ്റട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം കേട്ടോ. അത്യാവശ്യം നല്ലെണ്ണ വേണം. നമ്മള് നെല്ലിക്കട ചട്ടുക വേണം. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വേണം കുറച്ച് ഉപ്പിട്ട് വെക്കാം അല്ലേ? നല്ലെണ്ണ കുടിച്ചിട്ട് അല്ലേ? മരുന്നൊക്കെ നല്ല കുടിച്ചോട്ടെ. ഒന്ന് വഴറ്റിയെടുക്കുക. അതെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് പൊടിയുപ്പ് ആകുമ്പോഴേ ഇന്ന് തന്നെ കൂട്ടാൻ പറ്റും. അതുകൊണ്ടാണ് കല്ലുപ്പ് ഇടാട്ടോ. കല്ലുപ്പാണി നാളേക്കേ വരുള്ളൂ അല്ലേ? നല്ല ഉപ്പൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. എല്ലാരും കല്ലുപ്പ് ഉപയോഗിക്കുന്ന അത്രയും നല്ലത്. ഞാന് ആദ്യമൊക്കെ പറഞ്ഞ വറുത്തപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ
ഇപ്പൊ ഞങ്ങൾ ഈ ഇറക്കാലിപ്പൊടി ഉപയോഗിക്കുക. ആ അപ്പൊ അത് പിന്നെ കായൊക്കെ നോക്കിയാൽ കുറച്ചും പിന്നെ വെള്ളത്തിലേക്കും എന്നിട്ട് അങ്ങനെ കറക്കി കൊടുക്കും. അപ്പൊ വേഗം അരിയും ചെയ്യും. ആ അങ്ങനെയാണ് ഉപ്പ് വെള്ളം തളിക്കുക. ഓ അങ്ങനെ. ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു, ഇങ്ങനെയാണ് ഉപ്പ് പെരട്ടി വെക്കുകയാണോ കായ വറുത്തതില് എന്ന്. അമ്മ വറുക്കുമ്പോഴേ ആ ചിലരങ്ങനെ പരത്തി വെക്കണവരുണ്ടല്ലേ. അതെ. അമ്മ എങ്ങനെയാ ഇപ്പൊ കായ വറുക്കുമ്പോ എങ്ങനെയാ? വറക്കുമ്പോൾ മുത്തശ്ശി ഞാൻ ചെയ്യലെങ്ങനെ കുട്ടു കണ്ടിട്ടാവില്ലേ? വീഡിയോ എടുക്കാൻ വന്നില്ലേ കുട്ടു? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ ഉപ്പ് ഞാൻ കറക്കുമ്പോ കണ്ടില്ലേ? ആ കണ്ടായിരുന്നു. കല്ലുപ്പ് പിന്നെ കണക്കാക്കി വെള്ളം ഒരു 3-4 ഗ്ലാസ് വെള്ളം എടുക്കും. ആ ഉപ്പ് നല്ലോണം ഇട്ടാണ്ട് എടുക്കും. അപ്പൊ എന്നാൽ 2-3 പ്രാവശ്യം ഒന്ന് ഒരു 5-6 കിലോ ഒന്നിച്ചിടുമ്പോ 2 പ്രാവശ്യം തളിച്ചു കൊടുത്താൽ ഉപ്പ് പാകമായി വരും. അതെ. പിന്നെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അറിയാൻ കുറവുണ്ടെങ്കിൽ അപ്പൊ ഒന്നും തളിച്ചു കൊടുത്താൽ മതി. അപ്പൊ കമന്റിൽ കണ്ടോട്ടെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ മുത്തശ്ശി എങ്ങനെ ഉണ്ടാക്കുക വെച്ചാല് വെള്ളത്തില് ഉപ്പ് അലിയിച്ചിട്ട് ഉപ്പുവെള്ളം തളിക്കുകയാണ് ചെയ്യുക. പൊടിയുപ്പോ അങ്ങനെയുള്ളത് പെരട്ടി വെക്കല്ല കേട്ടോ. എന്താ നമ്മളെ അരിനെല്ലിക്ക ആണ് കിട്ടൂ. ആ ഒന്നും കൂടെ ഒന്ന് ഇതാവാണ്ട്. അതൊക്കെ പാകം വന്നു. അപ്പൊ അതൊക്കെ ഒരുവിധമായി കേട്ടോ. അതെ. നമുക്ക് കണ്ടാലും മനസ്സിലാവൂല. അതെ, കണ്ടാലും അറിയാം ഒരു ഇതൊക്കെ വന്നു. ഒക്കെ എനിക്ക് പിടിച്ചു. അതെ, പദം വന്നു. നല്ല മയം വന്നു അല്ലേ? അതെ. മുളക് പൊടി ഇട്ടില്ല അമ്മ? മുളക് പൊടി ഇട്ട. ഇത് പിടിക്കുമ്പോ ഞാൻ മുളക് പൊടി ഇട്ടു. അപ്പൊ നമ്മളൊക്കെ വറുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി, വറുത്ത് വെച്ച് കടുക്, ഉലുവ, മുളക് പൊടി കളറാണത്. അപ്പൊ വേണ്ടേന്ന് നമുക്ക് ഇട്ടാൽ മതി. പിന്നെ മറ്റേ മുളക് പൊടിയും കുറച്ച് ഇടുന്നുണ്ട്. അതെ, ഇനി നമുക്ക് മറ്റേ മുളക് പൊടി ഇടാം. കളറിന് പേരില്ല അമ്മ? എരിവ് വേണ്ടേരില്ല കേട്ടോ. വേണം. എരിവ് ഇട്ട് കയറി കളിയില്ല. അതെയോ? അയ്യോ പോയി. ഒന്നുകൂടി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാട്ടോ. അതെ. എങ്ങനെയുണ്ടാ അരിനെല്ലിക്കല്ലേ അമ്മ? എന്താ ഭംഗി കാണാൻ. അതെ. കളറൊക്കെ മാറി നല്ല സുന്ദരക്കുട്ടനായിരുന്നു. അതെ. അരിനെല്ലിക്കുണ്ട് അമ്മ സുന്ദരക്കുട്ടൻ? ആ, കുട്ടനോ കുട്ടിയൊക്കെ ആവാം. കുട്ടികള് കുട്ടികൾ, ചെറിയ കുട്ടികള്. അതെ. നെല്ലിക്കയില് കുട്ടികളെ അമ്മയാണോ നീ അരിനെല്ലിക്ക? സംശയല്ലേ? കുട്ടികളാണ് അരിഞ്ഞിരിക്കുക. ആ, കാരണം ചെറിയതായതുകൊണ്ട് ചിലപ്പോ ആ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി കുറച്ച് കായപ്പൊടി. കായപ്പൊടി ഇത് നമ്മള് കായത്തിന്റെ പൊടി ഇട്ടിടണം, അല്ലെങ്കിൽ നമ്മള് വറുത്ത് പൊടിക്കലാണ്. ഇതുപോലെ ആയിക്കോട്ടെ വിചാരിച്ചു. ഇത് മാറ്റായിക്കോട്ടെ. അതെ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ആക്കാം. മാറ്റിക്കല്ലേ അമ്മ? പിന്നെ നമുക്ക് ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് റെഡിയായി. ഇനി ഒരു വറവും കൂടെ ഉണ്ട് അവസാനം. അതെ അതെ. പിന്നെ നമുക്ക് വറുത്തിടാം. കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. ഇത് കുറച്ച് ജീരകം ഉപയോഗിക്കണ്ടേ, കടുകും. അതെ. ഇത് ചൂടായിക്കോട്ടെ അല്ലേ? കടുക്, ജീരകം ഒന്നും വേണ്ട കേട്ടോ. ഞാൻ അങ്ങനെ എടുത്തു വെച്ചേ ഉള്ളൂ. കുറച്ചിടുണ്ട്. അപ്പൊ എണ്ണയൊക്കെ നല്ല ചൂടായി. നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടിത്തെറിക്കട്ടെ. ഇതില് പൊട്ടിത്തെറിക്കാത്ത അമ്മ ജീരകം മാത്രമേ ഉള്ളൂ അല്ലേ? ജീരകം പൊട്ടും, പക്ഷെ തെറിക്കില്ല. ജീരകം നമ്മള് ചിലപ്പോ മുറുക്കുണ്ടാക്കുമ്പോ പൊട്ടിത്തെറിച്ചുണ്ടോ? വേറെ പൊട്ടിത്തെറിക്കും. ചിലപ്പോ മുറുക്കുണ്ടാക്കുമ്പോ വിചാരിക്കണ്ട്. കൊറേ ദിവസം ഇങ്ങനെ അമ്മ ഉണ്ടാക്കണം പറഞ്ഞു. നമുക്ക് അരി കിട്ടിയില്ല. അറത്തരി ഇല്ല. സാധാ പച്ചരി അതായാലും ചിലപ്പോ നാളെ കിട്ടിക്കൂടായില്ല കേട്ടോ. കൊണ്ടിരിക്കുണ്ടാവും. കുറച്ച് വിളിച്ച് ചോദിച്ചിട്ടേ അത് വാങ്ങി വരാം. നമ്മള് വറുത്തിട്ടു കേട്ടോ. ഇതിലേക്ക് മാറ്റാം. അപ്പൊ വറവ് നന്നായി അതിന്റെ അർത്ഥം. അതെ. ചമച്ചപ്പോലെ ചപ്പോ ചെറിയൊരു തുമ്പും. അതെ.
ഞാൻ ഇറക്കിക്കോളൂ. ഇനി കുറച്ച് ഇതിൽ ബാക്കിയുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കുറച്ച് ഇതിലേക്ക് എടുക്കാം. ബാക്കിയെല്ലാം വേസ്റ്റ് ആവില്ലല്ലോ അല്ലേ? റെഡി ആയിട്ട് പോന്നോട്ടെ. അപ്പൊ നമ്മള് വറുത്തിടലൊക്കെ കഴിഞ്ഞിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ചുമന്ന അരി നെല്ലിക്ക. ഇപ്പൊ രാത്രി ദോശ ഉണ്ടാക്കുമ്പോ കഴിക്കണമെന്നപ്പോ ആലോചിക്കണ കാണുമ്പോ. കുറച്ചൊക്കെ ഉണ്ടായിരുന്നേ. കേട്ടോ അവിടെ ദോശ അവിടെ ദോശ തന്നെയാവും. രാവിലെ ദോശ കഴിഞ്ഞു. എന്താ കാണുമ്പോ തന്നെ നമുക്ക് വായില് വെള്ളം വരും. കേട്ടോ അപ്പൊ അങ്ങനെ മക്കളെ അരിനെല്ലിക്ക റോസ്റ്റ് അച്ചാർ റെഡി ആയിട്ട് ഇവിടെ. അതെ റെഡി. അപ്പൊ എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റ് ആണ്. ഇതിലിപ്പോ നമ്മള് സുർക്കൊന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ചുക്ക ചേർക്കാം. ചെറുനാരങ്ങ പുഴിയാണെങ്കിൽ ചെറുനാരങ്ങ പുഴിയ. അത്യാവശ്യം നല്ല നല്ല പുളിയുണ്ട്, അത്യാവശ്യം ഉണ്ട്. ഇവിടെ അത്രയൊക്കെ പുളി ആവശ്യമുണ്ട്. അതെ. ഒരു കഞ്ഞിയുടെ കൂടിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. പിന്നെ മോരും പിന്നെ നമ്മളിപ്പോ ഈ പാത്രമൊക്കെ ഒഴിച്ചിട്ടില്ലേ, പണ്ടൊക്കെ നെയ്യ് ഉരുക്കിയാലേ ചീഞ്ചട്ടി ഞങ്ങൾക്ക് തുടച്ച അമ്മ ഉരുളൊരുക്കി തരാറുണ്ട്. അത് വേറെ ടേസ്റ്റ് ആട്ടോ. ഇപ്പൊ അങ്ങനത്തെ ഇപ്പൊ ഭക്ഷണം ഒന്നും കിട്ടില്ല. അത് നെയ്യൂറിലാണ് നെയ്യൂറിലാണ് ഞങ്ങൾ പറയാറുണ്ട്. നമുക്ക് കൂട്ടാൻ വേണമെന്നൊന്നുമില്ല. മോരും ഈ നെല്ലിക്ക റോസ്റ്റ് അച്ചാറും ചീഞ്ചട്ടി വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ട. ഇതിന്റെ ലേശം ചോറിട്ട് തുടച്ചിട്ട് ചിലവർക്ക് അതും കഴിക്കാം. ഉരുള കൂട്ടി അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അങ്ങനെ ഉപ്പാവ് ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടി ചിലർക്ക് ആ മാതിരി തന്നെയാണ് ഇപ്പൊ ഇതിന്റെ നല്ല ടേസ്റ്റാ. കുറച്ച് ചോറിട്ട് ഇറക്കി എടുത്താല് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഉണ്ടാക്കാൻ. അപ്പൊ എല്ലാരും ഇതുപോലെ അരിനെല്ലിക്ക റോസ്റ്റ് അച്ചാർ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിന്റെ അഭിപ്രായം പറയാ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാൽ മുത്തശ്ശിക്ക് ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് മുത്തശ്ശി നാളെ വരാം. ബൈ ബൈ. ബൈ.